ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നോമ്പുകാലം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇനിയിപ്പോൾ ഒരു 1 മന്ത് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പോൾ നമ്മുടെ മസാലയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് റസ്ക് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ആഡ് ചെയ്യുകയാണെങ്കിൽ മസാല നന്നായി ടൈറ്റ് ചെയ്ത്. ഇനി നമുക്ക് മസാലയിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ അച്ചിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റ്
അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനത് വറുക്കാം. കട്ട്ലേറ്റ് വറുക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൽ ഓയിൽ കുടിക്കും. അപ്പോൾ ശരിക്കും അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നല്ല ചൂടായുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യലാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആകുമ്പോൾ നമ്മുടെ ഓയിലിൽ നിന്ന് അത് പൊന്തി വരും. ഇപ്പം അതിങ്ങനെ ബബിൾസ് ആയിട്ടല്ല നിൽക്കുന്നത്, അത് കുറച്ച് കഴിയുമ്പോൾ പൊന്തി വരും. അതാണ് നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയെന്നുള്ളതിൻ്റെ ആ ഒരു പാകം. ആ ടൈമിൽ നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും നല്ല ബ്രൗൺ ആയി അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. കുറച്ച് നേരം അതിലത്തെ ഓയിൽ പോകാനായിട്ട് നമ്മളൊന്ന് വെക്കണം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നേ ഉള്ളൂ, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചേ വേണ്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു ഇഫ്താർ ടൈമിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.